എന്തുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം? എന്താണ് കൂടുതൽ MLA മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത്? നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നിയമിച്ച ആളുകൾ കേരളത്തിൽ വരികയും ഇവിടെ എല്ലാ MLA മാരുടെ ഒരു വോട്ടെടുപ്പ് നടക്കുകയും ഒക്കെ ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ MLA മാർ വോട്ട് ചെയ്തത് KC വേണുഗോപാലിനാണ് എന്നുള്ളൊരു ചർച്ച അല്ലെങ്കിൽ എന്നുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ മുഗൾ വാസിനിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എങ്ങനെയോ മാധ്യമങ്ങളുടെ മുന്നിലെത്തുകയും അതിൽ വോട്ട് ചെയ്തവരുടെ പേരിൽ സന്ദീപ് വാര്യരും അതുപോലെ തന്നെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അതൊരു വ്യാജമായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ മുഗൾ വാസിനിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പേപ്പർ, അതിൽ എഴുതിയിരിക്കുന്ന, അതിൽ വോട്ട് ചെയ്തിരിക്കുന്ന സംഭവം വളരെ വ്യക്തമായി കാണുന്ന രീതിയിൽ തന്നെയാണ്. ഈ സന്ദീപ് വാര്യരോടും സണ്ണി ജോസഫിനോടും ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ അത് വ്യാജമല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് തെളിഞ്ഞു വന്നത്. അപ്പൊ എന്താണ് ഇത്തരം ആളുകളൊക്കെ KCയെ സപ്പോർട്ട് ചെയ്യുന്നത്? ആരും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമായ ഒരു ഉത്തരമാണ്. വി ഡി സതീശൻ ഒരു ഗ്രൂപ്പിസത്തിനും അടിമപ്പെട്ടവനല്ല. അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ കോൺഗ്രസ് ചിന്തയാണ്, കോൺഗ്രസ് പ്രവർത്തനമാണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ടീം UDF എന്നുള്ളൊരു സംഭവം മുന്നോട്ട് വയ്ക്കുകയും അത്രയധികം UDF പ്രവർത്തകരെ പ്രചോദനപ്പെടുത്തുകയും പാർട്ടിക്ക് വലിയ വിജയം കൈവരിക്കാനും സാധിച്ചത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ദീർഘദൃഷ്ടിയും ഊർജ്ജസ്വലതയും കഠിനാധ്വാനവും ആണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ കൂടുതലും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത്. KC വേണുഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ദേശീയ തലത്തിൽ ചുമതലയുള്ള ആളാണ്. ഇന്ന് കാണുന്ന കേരളത്തിലെ പല നേതാക്കന്മാരെയും രൂപപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളതൊക്കെ KC വേണുഗോപാലാണ് എന്നാണ് പറയപ്പെടുന്നത്. OJ ജനീഷ് അടക്കമുള്ള ആളുകളെ കൊടുങ്ങല്ലൂര് നിയമിക്കാനുണ്ടായ ബുദ്ധി അടക്കം KC വേണുഗോപാലിൻ്റെതാണ് എന്ന് പറയുന്നു. മാത്രമല്ല OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതും KC വേണുഗോപാലാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അബിൻ വർക്കിക്ക് കൂടുതൽ വോട്ടുണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ ആക്കിയില്ല, OJയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നത് പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. അവിടെ ആരും ചോദ്യം ചെയ്യാനില്ല. ആ തീരുമാനങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുക എന്ന് മാത്രമാണ് സംഭവിക്കുക. പക്ഷെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തീരുമാനിക്കപ്പെടേണ്ടത് ജനങ്ങളാണ്. ഈ MLA മാരെ തെരഞ്ഞെടുത്തതും ജനങ്ങളാണ്. അപ്പൊ MLA മാരെ തെരഞ്ഞെടുക്കുന്നവരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ ഇവിടെ മുമ്പ് വേറൊരു നിയമം ഉണ്ടായിരുന്നു, ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നത് ആരാണോ അവരാണ് പിന്നീട് മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ളത് കേരളത്തിൽ. പക്ഷേ കർണാടകയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ വിഭിന്നമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതാണ് കേരളത്തിന്റെ ഒരു രീതി. ആ രീതിക്കനുസരിച്ചിട്ടാണ് ആളുകൾ ഈ ഒരു ട്രെൻഡ് ഏറ്റെടുക്കുകയും വി ഡി സതീശന്റെ പല രീതിയിലുള്ള പ്രസ്താവനകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നിരീക്ഷിച്ച് ജനം ഇതൊക്കെ നിരീക്ഷിച്ചതിൻ്റെ ഫലമാണ് UDFന് 100-ൽ മേലെയുള്ള ഒരു സീറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷമായ വിമർശനവും സുകുമാരൻ നായരുടെ വിമർശനവും ഈ ജാതീയമായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പൊളിച്ചടക്കിയിട്ട് പൊതുവികാരം അനുസരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നേതാവാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം നിലകൊള്ളുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുവരാൻ വി ഡി സതീശന്റെ ഓരോ കാഴ്ചപ്പാടുകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വനവാസത്തിന് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വനവാസത്തിന് പോകും എന്ന് പറയാനുള്ള ഒരു ആർജവം ഈ കോൺഗ്രസ് പാർട്ടിയിൽ വി ഡി സതീശനല്ലാതെ മറ്റാർക്കും ഇല്ല എന്നുള്ളതാണ്. എല്ലാ ആളുകളുമായി ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് വി ഡി സതീശന് ഒരുപാടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പറയുന്ന MLA-മാരുടെയൊക്കെ ഒരു തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നടക്കരുത് എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് പേരാണ്, 7-8 പേരാണ് ആ ഒരു ലിസ്റ്റിൽ നമ്മൾ കാണുന്നത്. അതിലൊക്കെ തന്നെ KC എന്നുള്ളതാണ് വരുന്നത്. ഒരാള് ഒന്നും തന്നെ രേഖപ്പെടുത്താതെ ഉള്ള MLA ഉണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ജനവികാരം കാണാതെയാണോ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് KCയെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ നിലവിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ കേരളം മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് സത്യം. വി ഡി സതീശനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാക്കും എന്നൊക്കെ പറയപ്പെട്ടു
ആവശ്യപ്പെട്ടെങ്കിലും അവിടെയൊന്നും അദ്ദേഹത്തെ മന്ത്രി ആക്കിയില്ല. മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിലെ പല ആളുകളും പറയുന്ന ഏകാധിപത്യം എന്നുള്ളൊരു രീതി കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എവിടെയാണ് ഏകാധിപത്യം എന്നുള്ളൊരു രീതി അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്? ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത് എന്താണ്? ഇത് ജയിച്ചപ്പോഴാണ് എനിക്ക് ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് എല്ലാവരുടെയും കൂടിയുള്ള വിജയമാണ്, ടീം UDFന്റെ വിജയമാണ് എന്ന് അദ്ദേഹം ആദ്യമായി പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇത് തോറ്റു കഴിഞ്ഞാൽ ഇതെല്ലാ ചുമതലയും അല്ലെങ്കിൽ എല്ലാ ഭാരവും എന്റെ തലയിലാവും എന്ന് എനിക്കറിയാം, അത് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ വളരെ വ്യക്തമായി തന്റെ നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എവിടെയും തന്റെ പ്രവർത്തനം കൊണ്ട് ആണ് UDF ഇത്രയും വലിയ മഹാവിജയം നേടിയത് എന്ന് വി.ഡി. സതീശൻ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നൽകിയ ചുമതല കാര്യം അത്രയും ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ്. ആ ഭംഗിയായി ആര് നിർവഹിക്കുന്നതോ അവര് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ കീഴ്വഴക്കം. അത് 100% അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. നമുക്കറിയാം, MP ആരും തന്നെ മത്സരിക്കരുത് എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. അത് എല്ലാവരും അനുസരിച്ചു. എന്നിട്ടിപ്പോൾ ഒരു MP മുഖ്യമന്ത്രി ആവണം എന്നുള്ള തലത്തിലേക്കൊക്കെ വരികയും വീണ്ടും ഒരു ബൈ ഇലക്ഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് മഹാബോറാണ്. ജനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പരിപാടിയാണിത്. ജനങ്ങൾക്ക് നിങ്ങളെ പോസ്റ്റർ ഒട്ടിക്കലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലും അല്ല, അവർക്കും വേറെ ജോലിയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ഈഗോ മാറ്റിവെച്ച KC വേണുഗോപാൽ ഞാൻ മുഖ്യമന്ത്രി ആവാനില്ല എന്ന് പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളൂ. ഇവിടെ ഇത്രയധികം ആളുകളെ വളരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇന്നൊരാള് പെട്രോളൊക്കെ ഒഴിച്ച് മരിക്കാൻ പോകുന്ന ഒരു രംഗമൊക്കെ കണ്ടു. അതൊക്കെ വളരെ ബോറാണ്. ഇതൊക്കെ കോൺഗ്രസിനെ പറയിപ്പിക്കാനുള്ള പരിപാടികളായിട്ട് നിങ്ങൾ മാറ്റരുത്. കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കോൺഗ്രസിന്റെ 10 വർഷത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു തിരിച്ചുവരവാണ്. തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയ കല്ലുകടി ഉണ്ടാവുക, ട്രോളുകൾക്ക് വിധേയമാകുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത് എന്നുള്ള ജനവികാരത്തെ ഹൈക്കമാൻഡ് മാനിക്കണം. അതുപോലെ തന്നെ ഈ കേരളത്തിലെ MLA തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.